മലയാളികളുടെ പ്രിയപ്പെട്ട മീൻ മുളകിട്ടത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്ന് കണ്ടു നോക്കുക. മീൻ മുളകിട്ടത് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിനകത്തോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇതൊരു മലബാർ സ്റ്റൈലിലുള്ളൊരു മീൻ മുളകിട്ടതാണ്. നമ്മൾ കുടംപുളിക്ക് പകരം വാളംപുളിയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമ്മളിട്ട് കൊടുത്ത കടുക് പൊട്ടി വരുന്നുണ്ട്. അതിനകത്തോട്ട് 1 ടീസ്പൂൺ ഉലുവയും കൂടെ നല്ല ടേസ്റ്റാണ്. മീൻകറിക്ക് പ്രത്യേകിച്ച് ഉലുവ നല്ല ടേസ്റ്റാണ്. പിന്നെ ആരോഗ്യത്തിനും ഭയങ്കര നല്ലതാണ്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഞാനിപ്പം ഒരു 10 അല്ലി ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ ഇങ്ങനെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വരുന്നുണ്ട്. അതിനകത്ത് ഞാൻ 2-3 പച്ചമുളക് ഒന്ന് സ്ലിറ്റ് ചെയ്തിട്ട് കൊടുത്തു. പിന്നെ ഇതിനകത്ത് പൊടികളായിട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഒഴിച്ചു. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതായത് ആ അരപ്പൊന്നും കരിഞ്ഞു പോവാതെ നമുക്കതിനെ വഴറ്റിയെടുക്കാനായിട്ടാണ്. ആ വെളിച്ചെണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്തോട്ട് വാളംപുളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് എണ്ണ തെളിയുന്നവരെ വഴറ്റിയെടുക്കാം. അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ മൂത്ത് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇനി വാളംപുളിയുടെ പേസ്റ്റ് ഏകദേശം ഒരു 3/4 ടീസ്പൂൺ വാളംപുളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഈ മീൻകറിക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ. അപ്പോൾ അതിന് ആവശ്യത്തിന് വെള്ളം ഏകദേശം ഒരു കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിനെ നന്നായിട്ട് യോജിപ്പിക്കുക. അതിനെ ഒന്ന് തിളയ്ക്കാൻ അനുവദിച്ചിട്ട് ഞാനിപ്പുറത്ത് ഇവിടെ ഒരു കലത്തിൽ നമുക്ക് കുക്ക് ചെയ്യാനുള്ള നെയ്മീൻ കഷ്ണങ്ങൾ ഏകദേശം 1/2 കിലോ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്ത് ചട്ടിയിൽ വേണം ഈ മീൻ മുളകിട്ടത് ഉണ്ടാക്കി എടുക്കാനായിട്ട്. അടുപ്പത്ത് വെച്ചു നമ്മൾ ആ തിളച്ച ആ ഗ്രേവി, ആ മീൻ മുളകിട്ടതിൻ്റെ ഗ്രേവി അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. കുറച്ചും കൂടെ വെള്ളം ഈ പാത്രത്തിൽ ഒഴിച്ച് നമുക്ക് കഴുകി ഒഴിക്കാം. ആ പാത്രം കഴുകിയ വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ആ മീൻ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കതിനെ മൂടി വെച്ചിട്ട് വേവിക്കാം. മീനൊന്ന് തുറന്ന് നോക്കട്ടെ. കണ്ടോ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ചെറിയ തീയിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് അതിനെ വറ്റിച്ചെടുക്കണം. ഇപ്പോൾ മീൻ തിളച്ച് ഞാൻ ചെറിയ തീയിലിട്ടിട്ട് ഒരു 5 മിനിറ്റായി. അപ്പോൾ നമ്മുടെ ഫിഷൊക്കെ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ആ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉണ്ടോ അതിന് തിക്നെസ് നോക്കുക. ഗ്രേവി നല്ല ഒഴിച്ച് കറിക്കാൻ പറ്റുന്ന നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനായിട്ടുള്ള കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. പിന്നെ നമ്മളൊന്ന് കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുകും. ഞാൻ അടുപ്പൊന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് നല്ല ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ നോട്ടിഫിക്കേഷൻ ബെല്ലും പ്രസ് ചെയ്തേക്കണേ. ലൈക്കും ഷെയർ ബട്ടണും പ്രസ് ചെയ്യണേ.